ഇല്ല കൂട്ടരെ, ഒരു കഷ്ടത ഒന്ന് ഓർത്തു നോക്കിയാണ് നിങ്ങൾ നമ്മളെ കേരളത്തിൽ വന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ്സിനെ തകർക്കാൻ BJP ചെയ്ത യുക്തി എന്താ? അവർ വിഘടനവാദം പറയുക, മറ്റ് മതങ്ങളെ ആക്ഷേപിക്കുക, അവർക്കിടയിൽ വെറുപ്പുകൾ ഉണ്ടാക്കി അവരുടെ പ്രവർത്തകരെ കൊണ്ട് മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ, പിന്നോക്ക, ദളിത് വിഭാഗങ്ങളെ ആക്രമിക്കുക. ആ അക്രമങ്ങളും അതിൻ്റെ കൊലവിളിയും പോരായ്മകളും വിളിച്ച് പറഞ്ഞ് അധികാരത്തിലെത്തുക. അധികാരത്തിലെത്തിയാൽ അത് വീണ്ടും നിബന്ധനകൾക്ക് വിധേയമല്ലാതെ പ്രവർത്തിക്കുക. പിടിക്കപ്പെടുന്ന കുറ്റക്കാരെ അവരുടെ അധികാരത്തിൻ്റെ പരിധി ഉപയോഗിച്ചും അതിനപ്പുറവും ജഡ്ജികളും ന്യായാധിപന്മാരും കോടതിയും കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുക. ഇങ്ങനെ മതവിദ്വേഷവും വർഗവിവേചന വിദ്വേഷവും മുന്നോക്ക പിന്നോക്ക വർഗവിദ്വേഷവും ഡിവൈഡിങ്ങും ഉദ്ദേശിച്ചുകൊണ്ട് അതിലൂടെ മാത്രം അധികാരത്തിലെത്തുകയും ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം രംഗത്തിറക്കി വികസനത്തിൻ്റെ ഇല്ലായ്കയും അതിൻ്റെ പോരായ്മയും പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരം നൽകാതെ, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും നൽകാതെ വെറും വിഭജനം മാത്രം നടത്തി അധികാരത്തിലിരുന്ന് കോൺഗ്രസ്സിനെ ഇല്ലാതെയാക്കിയ അതേ രൂപമാണ് ഇവിടെ CPM ചെയ്യുന്നത്. ഇവിടെ ഡീലുകളായിട്ടും SDPI, ജമാഅത്തെ ഇസ്ലാമി പോലത്തവരെ തീവ്രവാദികളാക്കിയും ആക്കാതെയും ആക്കിയതിൻ്റെ ശേഷം പിന്നെ അവരോടൊപ്പം ഡീലുകളുണ്ടെന്ന് പരസ്പരം കുറ്റപ്പെടുത്തിയും ഇങ്ങനെ 10 വർഷത്തെ വികസന ഭരണത്തിൽ ഒരു വികസനവും ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ CPM അത് പ്രതിപക്ഷത്തിനെ പ്രചരിപ്പിക്കാനോ ആ വികസനമില്ലായ്കയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനോ അനുവദിക്കാതെ ഇത്തരം ഡീലുകളും RSS BJP ബന്ധവും പറഞ്ഞ് അവരുടെ പോരായ്മകൾ മറച്ചു വെച്ച് കോൺഗ്രസ്സിനെ ഇല്ലാതെയാക്കുകയും വീണ്ടും ഭരണത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന RSSൻ്റെ തന്ത്രം ഉപയോഗിക്കുന്ന BJPയും CPMും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?